വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ അരിത്മെറ്റിക് പ്രോഗ്രഷൻസ്, അതായത് CBSE കേരള സിലബസിനും ഉണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. അപ്പം നോക്കിക്കേ, ഇതിനൊക്കെ ഓരോ ജനറൽ ഫോമുണ്ട്. ഫസ്റ്റ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ജനറൽ ഫോം ഓഫ് ആൻ AP. ഒരു AP കാണുന്നത് നോക്കിക്കേ കുഞ്ഞുങ്ങളെ, ഇപ്പം A+D, A+2D, A+3D എന്നാണ് ഒന്നാമത്തെ ഫോം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ A എന്ന് പറയുന്നത് ഒന്നാമത്തെ ടേം, ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം, ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. അതായത് A എന്ന് പറയുന്നതിനെ നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ടും D എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസും ആണ് കേട്ടല്ലോ. ഓരോന്നും ഓർത്തണോ കുഞ്ഞില്ല, ഇതൊക്കെ അറിയാം, എന്നാൽ തന്നെ അങ്ങ് പോവുക, അതിൻ്റെ ഓരോ ഓർഡറിൽ അങ്ങ് പോകുന്നേ ഉള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ പറയുക, ഞാൻ A എന്ന് പറയുന്നത് 2 D എന്ന് പറയുന്നത് 3 വെച്ച് കുഞ്ഞില്ല. A എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ആണ്, D എന്ന് വെച്ചാൽ കോമൺ ഡിഫറൻസ് ആണ്. അപ്പം നമ്മൾ ഈ ജനറൽ ഫോം അനുസരിച്ച് എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താ, A+D, A+2D, A+3D ഇങ്ങനെയാണ് പറയുന്നത് അല്ലേ. ഒന്ന് ഓർത്തോണേ, നോക്കണേ കുഞ്ഞുങ്ങളെ. A എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നു 2. രണ്ടാം പദം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, A+D ആണ്. A+D എന്ന് വെച്ചാൽ 3. മൂന്നാം പദം എന്ന് വെച്ചാൽ A+2 × 3. പിന്നെ 2, ഇവിടെ എപ്പോഴും A ആണ്, A+3 × എത്ര, 3. മനസ്സിലായോ? എങ്ങനെയാണ് വരുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അപ്പോൾ നോക്കിക്കേ, A എന്ന് പറയുന്നത് 2 തന്നെയാണ്. ഇതോ 2ഉം 3ഉം എത്ര കുഞ്ഞുങ്ങളെ, A+D അല്ലേ. അപ്പോൾ എത്ര, 5 വരുന്നത്. അരിത്മെറ്റിക് സീക്വൻസ് എന്നാ കേട്ടോ. അടുത്തത് A എന്ന് പറയുന്നത് ഇവിടെ 2. 2 + 2 3 6, 6 2 8 ഇവിടെ വരുന്നത്. അടുത്തത് 2 + 3 9 അല്ലേ, 9 10 11 ഇവിടെ വരുന്നത്. അപ്പം ഇങ്ങനെ എഴുതുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ? അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്ര നിങ്ങളെ വന്നത്? കോമൺ ഡിഫറൻസ് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റിനിൽ തന്നു, 3. അപ്പോൾ അത് തന്നു കഴിഞ്ഞാൽ ഈ ജനറൽ ഫോം അനുസരിച്ച് എങ്ങനെ ചെയ്യുമെന്നൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. വേണ്ടേ കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഒന്ന് പറഞ്ഞതാ. ഒരു ഉദാഹരണം കൂടെ വേണേൽ പറയാം. ഇപ്പോൾ A എന്ന് പറയുന്നത് 10 ആയിക്കോട്ടെ, D എന്ന് പറയുന്നത് 5 ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ എഴുതും? ഫസ്റ്റ് A+D, A+2D, A+3D എന്ന് പറയുന്നു അല്ലേ. A എന്ന് പറയുന്നത് നമുക്ക് 10 തന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? 10 + 5. ഇവിടെ 10 + 2 × 5. ഇവിടെ 10 + 3 × എത്ര, 5. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇതൊന്നും അറിയാൻ വേണ്ടിയാണ്. A 10 തന്നെയാണ്, ഇവിടെ 15 അല്ലേ. ഇവിടെ 10 + 2 2 5 10 20. പിന്നെ ഇവിടെ 10 + 3 5 15, അപ്പോൾ 25. മനസ്സിലായോ? ഇങ്ങനെ പോകുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് ഈ ജനറൽ ഫോം അനുസരിച്ച്, ഒന്നാമത്തെ ഫോം അനുസരിച്ച് ഇത്രയും ഒന്ന് അറിഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ D കാണാൻ നമുക്കറിയാമല്ലോ. D ഒരു അടുത്ത, ഇപ്പം ഈ ഫോം അനുസരിച്ച് എങ്ങനെ ചെയ്യുന്നോ കുഞ്ഞുങ്ങളെ? ഇപ്പം അങ്ങനെയാണെങ്കിൽ രണ്ടാമത് ഞാൻ പറയുക, D ഓരോ രീതിയിലാട്ടോ. D കാണുന്നത്, D മീൻസ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കാണുന്നത് എങ്ങനെയാണെന്ന് കുഞ്ഞുങ്ങളെ? അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം 4, 10, 16 എന്നൊരു എക്സാമ്പിൾ. ഇതിൻ്റെ ഫസ്റ്റ് ടേം നിങ്ങൾ എപ്പോൾ തന്നാലും അത് എഴുതണം കേട്ടോ. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്, അതായത് A1 എന്ന് പറയുന്നത് 4 അല്ലേ. D എന്ന് പറയുന്നത് 2, A2-ൽ നിന്നും A- കുറയ്ക്കുന്നതാണ്. അതായത് 10 - 4 = 6 കുഞ്ഞുങ്ങൾ ഇവിടുത്തെ D. അപ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസ് കാണാൻ പഠിച്ചു അല്ലേ. അരിത്മെറ്റിക് സീക്വൻസ് അല്ലെ, പാറ്റേൺ കാണാൻ എങ്ങനെയാണ്, ഇതിൻ്റെ അടുത്ത എങ്ങനെയാണെന്ന് കാണാൻ പഠിച്ചു. രണ്ട് മെത്തേഡും ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? 2 ഓക്കെ ആണോ? ഓക്കെ, അടുത്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ നോക്കി കുഞ്ഞുങ്ങളെ, നമ്മൾ ഇതുവരെ അതിൻ്റെ ഫോമും Dയും കാണാനാണ് പഠിച്ചത്. നോക്കിക്കേ, ഇങ്ങനെയാണ് ചോദ്യം വരുന്നത്. ഇതൊക്കെ എക്സാമിൻ്റെ ക്വസ്റ്റ്യനുകളാണ് കേട്ടോ. ഫൈൻഡ് ദ 12th, 24th ആൻഡ് nth ടേം ഓഫ് AP ഗിവൺ 9, 13, 17, 21, 25 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യമേ ആ തന്നിരിക്കുന്ന പാറ്റേൺ എഴുതാം കുഞ്ഞുങ്ങളെ. 9, 13, 17, 21, 25 അല്ലേ. അപ്പോൾ ഇത് A1, A2, A3, A4, A5 ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്, സംശയമില്ലല്ലോ. അപ്പം നമുക്ക് ഫസ്റ്റ് ടേം എഴുതി കൂടാ കുഞ്ഞുങ്ങളെ. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയാ? 9.
ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഡി കാണാൻ നമുക്കറിയാം എന്താ, A2 - A1 ആണ് അല്ലേ. A2 എന്ന് പറയുന്നത് ഏതാ, 13 13 - 9 എത്ര കുഞ്ഞുങ്ങളെ, 13 9 പോയാൽ 4 സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ 21 7 തെട്ടില്ലേ, അടുത്തടുത്ത് കിടക്കുന്ന രണ്ടെണ്ണം നിങ്ങൾ കുറച്ച് നോക്കുക കേട്ടോ. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക, ഇതിൽ നിന്ന് ഇത് കുറച്ച് നോക്കുക. എല്ലാം ഒരുപോലെ ആണെങ്കിലേ പറ്റൂ കേട്ടോ. അല്ല നമുക്ക് എന്താ 25 21 പോയാൽ 4 21 17 പോയാൽ 4 അപ്പം നമുക്ക് ഡി കിട്ടി 4. ഓക്കെ ആണോ നിങ്ങളെ? നമ്മളോട് ചോദിച്ചത് എന്താ, 12th 24th എന്ത് ഈ ടേം എല്ലാം കണ്ടുപിടിക്കണമെന്നല്ലേ. അപ്പോൾ ആദ്യമേ നമുക്ക് എങ്ങനെ എഴുതുന്നറിയോ, 12th ടേം 12ാം ടേം കണ്ടുപിടിക്കുക. ഇതിനകത്തിലെ 1 2 3 4 5 വരെ തന്നിട്ടുള്ളൂ. 12ാം ടേം കണ്ടുപിടിക്കണമെങ്കിൽ എളുപ്പ വഴിയുണ്ടോ നിങ്ങളെങ്കിൽ നോക്കിക്കേ. A12 എന്ന് വെച്ചാൽ 12ാമത്തെ പദം നോക്കണേ. നമ്മൾ ഏത് പദമാണോ കണ്ടുപിടിക്കുന്നത്, അപ്പോൾ ഫസ്റ്റിൽ ആദ്യ പദം പ്ലസ് ഇതിലേതാണോ കണ്ടുപിടിക്കുന്നത് അതിൽ നിന്ന് അങ്ങ് കുറയ്ക്കണം കേട്ടോ. അതായത് A+n-1 × D ആണ്. അപ്പോൾ അത്രയും നമ്മൾ നീട്ടി എഴുതണ്ട. ഇപ്പം നമുക്ക് 12ാം പദമല്ലേ കുഞ്ഞുങ്ങളെ കണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 11 × D. ഇപ്പം 25 ആണെങ്കിൽ എങ്ങനെ എഴുതാം, A+24 × D. ആ ക്ലൂ ഓർത്താൽ മതി, മനസ്സിലായോ? ഇപ്പം 100ാം പദമാണെങ്കിൽ A+99 × D. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. വാരി വലിച്ച് നിങ്ങൾ എഴുതി സമയം വേസ്റ്റ് ആക്കണ്ട. എ എന്ന് പറയുന്ന 1ാം പദം നമ്മളിവിടെ എഴുതി വെച്ചു 9 പ്ലസ് 11 × D നമ്മൾ കണ്ടു 4 അല്ലേ. 9 + 11 × 4 44 ആവും നിങ്ങളെ. അപ്പം 44ഉം 9ഉം കൂടെ എത്ര വരും, 53 അപ്പം നമുക്ക് 12ാം പദം കിട്ടി കണ്ടോ. ഇനി 12ാം, ഇനി 24ാമത്തെ പദം. അപ്പം A24 ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെ എഴുതും, A+23 × D. ഓർത്തോണേ കുഞ്ഞുങ്ങളെ, അത് ആ ഒരു ക്ലൂ ഓർത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഇത്രാം പദം എന്നുള്ള എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പോൾ 9 + 23 × 4 ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പം 9 + 23 × 4 92 92 + 9 101. അപ്പോൾ നമുക്ക് 24ാമത്തെ ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ മാറ്റിയിട്ടൊന്ന് ഇൻഡ്യൂ ചെയ്യണേ കേട്ടോ. നമ്മൾ അത്രയും സമയം ലാഭിക്കാൻ വേണ്ടി എഴുതിയതാണ്. ഇതെല്ലാം പരീക്ഷയുടെ ഓരോ മോഡൽ ക്വസ്റ്റ്യനാണ്. ഓരോന്നിൻ്റെയും മോഡൽ ഞാൻ ഈ തന്നിരിക്കുന്നത്, ഇപ്പോൾ ഈ മോഡൽ ഇനിയും വരത്തില്ല. അപ്പോൾ നിങ്ങൾ ഓരോ മോഡൽ അങ്ങ് പഠിച്ചാൽ മതി നിങ്ങളെ. ഒരു 10 ക്വസ്റ്റ്യനോളം ഉണ്ട്. ആ 10 എണ്ണത്തിൻ്റെയും ക്വസ്റ്റ്യൻ നല്ലതുപോലെ മനസ്സിലാക്കിയത് ആ മോഡൽ, ഓരോ മോഡലും വന്നാൽ എങ്ങനെയായിരിക്കും. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. 101 ഓക്കെ ആണോ? ഇനി നമ്മളോട് ചോദിച്ചാൽ എന്താ, എന്ത് ടേം കണ്ടുപിടിക്കണമെന്ന്. എന്താ നിങ്ങളെ, എന്ത് ടേം. അപ്പം നമ്മൾ എങ്ങനെ എഴുതാം, AN. ഇനി ഇക്വേഷൻ അല്ലേ, AN എങ്ങനെ എഴുതാം, നമ്മൾ ഇക്വേഷൻ പഠിച്ചായിരുന്നോ, A+n-1 × D. നമ്മുടെ ലിങ്കിൽ നമ്മൾ പഠിച്ചതാണ്. A എന്ന് പറയുന്നത് എത്ര കുഞ്ഞുങ്ങളെ, 9. എന്ത് ടേം കണ്ടുപിടിക്കുക കേട്ടോ. നമ്മൾ 12ാം പദം കണ്ടു, 24ാം പദം കണ്ടു, ഇനി എന്ത് ടേം. അപ്പം A എന്ന് പറയുന്നത് 9 പ്ലസ് n-1 അല്ലേ. n തന്നിട്ടില്ല, n-1. D നമുക്ക് 4 കിട്ടി അല്ലേ. ഇനി 9 പ്ലസ് ഈ n-1 × D അല്ലേ കുഞ്ഞുങ്ങളെ. അപ്പം എങ്ങനെയാ, × D എന്ന് വരുമ്പോൾ എങ്ങനെ എഴുതും, 4 × n എന്താ, 4n ആണ് അല്ലേ. ആണല്ലോ, സംശയമുണ്ടോ? -4 × 1 4 ഇതിൽ സംശയമുണ്ടോ? അതായത് n-1 × D അല്ലേ. അപ്പം 4 × n 4n 4n 4 × 1 4 ഓക്കെ ആണോ നിങ്ങളെ? ഇനി നോക്കിക്കേ, ഇതിനകത്ത് ഈ 4n ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ഈ വേരിയബിൾ വന്നു കഴിഞ്ഞാൽ ഇനി ഫസ്റ്റിലെടുത്തു ഏതാ, 4n. എന്നിട്ടോ അല്ലാത്ത നമ്പറുകൾ നോക്കിക്കോ നിങ്ങൾ. ഇവിടെ 9 + -4 എന്താ, 9 + -4 നിങ്ങൾ അറിയാമോ നിങ്ങളെ, ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ കേട്ടോ, അറിയാമെങ്കിൽ കേട്ടോണേ. ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ എടുത്തിടണം കേട്ടോ. 9ൽ നിന്ന് 5 പോയാൽ 4 പോയാൽ 5 ആണ്. ഇവിടുത്തെ വലുതാരാ, ഈ ഒന്നും തന്നില്ല അതിൻ്റെ അർത്ഥം പോസിറ്റീവ് എന്നാണ് കേട്ടോ. വലുതിൻ്റെ സൈൻ ആരാ കുഞ്ഞുങ്ങളെ, അപ്പം വലുതാരാ, 9 ആണോ 4 ആണോ, 9 അല്ലേ. അപ്പം പ്ലസ്, അപ്പം എങ്ങനെ വരും, +5 എന്ന് വരും. ഇവിടെ നിങ്ങൾക്ക് തെറ്റല്ലേ, എങ്ങനെയാ വന്നതിന് സംശയമുണ്ടോ? 9നെ അതുപോലെ എഴുതുക. n-1 × D ആണ്. × D ആയതുകൊണ്ട് എന്താ, 4 × n 4 × 1 എന്ന് വെച്ചാൽ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഓരോരുത്തരും ആദ്യം ഇതിനെ പിന്നെ ഇതിനെ. അപ്പം നമുക്ക് എങ്ങനെയാ, 4n ഈ മൈനസാണ് -4. ഇനി വേരിയബിൾ വന്നതുകൊണ്ട് ഇതിനെ ഇങ്ങനെ ഇപ്പുറത്താക്കി. ബാക്കി ഏതാ, 9 + -4 9 + -4. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ഡിഫറൻറ്റ് വേരിയബിൾ, അതായത് വ്യത്യസ്തമായ
വേരിയബിൾ അല്ല, ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്താ കുറയ്ക്കുക കേട്ടോ. ഇൻറ്റീജർ എന്നൊരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ കുറയ്ക്കുക എന്നാണ്. ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ എടുത്തിരുന്നാം കേട്ടോ. വലുത് ആരാ ഇവിടെ? 9 4 9 9 പോസിറ്റീവ് ആയതുകൊണ്ട് +5. ഓക്കെ ആണോ നിങ്ങൾ? എത്രയും അപ്പോൾ നമ്മൾ ഇതിൻ്റെ 12ാമത്തെ ടേം പഠിച്ചു. 24ാമത്തെ ഈ മോഡൽ നല്ലതുപോലെ പഠിക്കണം കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട്, കാരണം ഇതേലെ ചോദ്യമൊക്കെ ആയിരിക്കും 3 4 മാർക്കിന് വരുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. അപ്പോൾ നോക്കൂ നിങ്ങളെ, അടുത്ത ചോദ്യം, ഓരോ ചോദ്യം നോക്കണേ. 4ാമതാണ്. ഇപ്പം 4ാമത്തെ ചോദ്യമാണ്. 4 ഡിഫറൻറ്റ് ചോദ്യങ്ങളായിരുന്നു ഇട്ടിരുന്നത്. നോക്കിയേ, 11th അല്ലേ, അല്ല 12 അല്ല 11th ടേം ഓഫ് ദി AP. നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്ന സീക്വൻസ് അല്ല പാറ്റേൺ നോക്കിക്കേ നിങ്ങളെ. -5 -5/2 0 5/2. ഇത് എന്തോ പാടാ ഈ മൈനസ് ഒക്കെ വരുന്നത് അല്ലേ? അപ്പം നിങ്ങൾ നോക്കണം ഇതിനകത്തിലെ മൈനസ് ഇല്ലാത്തത് ഏതാണെന്ന് വെച്ചാൽ അത് വെച്ചങ്ങ് ചെയ്താൽ മതി നിങ്ങൾ കേട്ടോ. മൈനസ് ഒന്നും ഇല്ലാതെ വരികയാണെങ്കിൽ അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്ത് എഴുതാം? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് -5 ആണെന്നറിയാം അല്ലേ? A1 എന്ന് പറയുന്നത് -5 ആണെന്നറിയാം. D ആണ് ഈ പെട്ടു പോകുന്നത്, ഈ മൈനസ് വരുമ്പോൾ അല്ലേ? ഇത്രയേ ഉള്ളൂ നിങ്ങൾ. എന്താ ഇതിനകത്ത് മൈനസ് ആണ്? 0 നിന്നും ഈ -5/2, അതായത് അടുത്തടുത്ത 2 പദങ്ങളാണെങ്കിൽ തൊട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് അല്ലേ? 0 എന്താ -5/2 അല്ലേ? 0 നിന്നും നമുക്ക് കുറയ്ക്കാം അല്ലേ? 0 -5/2 -5/2. ഇതിൽ നിന്നും നമ്മൾ ഇതങ്ങ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറച്ചാലും മതി കേട്ടോ. ഏതാ എളുപ്പമെന്ന് വെച്ചാൽ ചെയ്താൽ മതി. ഇവിടെ നോക്കൂ നിങ്ങളെ, ഇവിടെ 0 -5 അല്ലേ? ഇവിടെ എന്താ ഒരേ സൈനാണ്. നമ്മൾ മുമ്പ് പഠിച്ചില്ലേ ഡിഫറൻറ്റ് സൈന്? ഒരേ സൈൻ വന്നാൽ കൂട്ടിയാൽ മതി കേട്ടോ. കൂട്ടിയിട്ട് 0 ആണോ വലുത് -5 ആണോ വലുത്? 0 അല്ലേ? കാരണം നിങ്ങൾ നമ്പർ ലൈൻ വരച്ചിട്ടില്ലേ? അപ്പം എങ്ങനെ എഴുതും? 5/2 എന്ന് വരും. ഇതെല്ലാവർക്കും ഒരു ഡൗട്ട് വരുമെന്ന് എനിക്കറിയാം. അതിനാണ് ഇത് പറഞ്ഞത്. ഈ നമ്പർ എടുത്ത് ഇതേലെ ചോദ്യം വരുമോ നിങ്ങളെ? 0 -5 ഒരേ സൈൻ വന്നു കഴിഞ്ഞാൽ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? വലുതിൻ്റെ സൈൻ ഇടുക. അത് കേട്ടോ. ഇത് നല്ലതുപോലെ പഠിച്ച് വെച്ചേക്കണേ ഈ ഡിനോമിനേറ്റർ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് 5/2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എയും കിട്ടി ഡിയും കിട്ടി അല്ലേ? എത്രാം പദം കാണാനാണ് പറഞ്ഞത്? 11ാം പദം. 11ാം പദം എന്ന് പറയുമ്പോൾ A11. അപ്പം നമ്മൾ മുമ്പ് പഠിച്ചായിരുന്നു 11ാം പദം കാണണമെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ളത് അല്ലേ? A+. എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? A+. അതിൻ്റെ തൊട്ട് മുമ്പുള്ള 10 × D. മുമ്പ് ആദ്യമേ നമ്മൾ അതായിരുന്നു പഠിച്ചത് അല്ലേ? 11 ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയെന്ന്. അപ്പോൾ A എത്ര കുഞ്ഞുങ്ങളിവിടെ? -5 + 10 × 5/2. സംശയമുണ്ടോ ആർക്കെങ്കിലും? -5. ഇനി ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എന്താണെന്നറിയോ? എന്നിട്ട് ഈ 10നെ ഈ 2 വെട്ടിപ്പാം. 1 2 2 5 2 10 കിട്ടുന്നില്ലേ? അതുപോലെ തന്നെ എഴുതണം കേട്ടോ. -5നെ അതുപോലെ എഴുതുക കേട്ടോ. പ്ലസ് അപ്പം നമുക്ക് എന്തോ വരും? 5 × 5 വന്ന് അല്ലേ? ഈ 5 × 5. അപ്പം -5 + 5 × 5 25. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ ഡിഫറൻറ്റ് സൈൻ അല്ലേ വന്നേ? നിങ്ങൾ ഈ സൈൻ നല്ലപോലെ നോക്കണേ. ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറച്ചിട്ട്, ഇപ്പം നമ്മൾ കുറേ പറഞ്ഞു ഒരേ സൈൻ വന്നാൽ കൂട്ടുക, ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറയ്ക്കുക. ഇവിടെ നോക്കിയാൽ ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറച്ചിട്ട് 25 ന്ന് 5 പോയാൽ 20. വലുതിൻ്റെ സൈൻ 25 ആണോ വലുത് 5 ആണോ വലുത്? 25 ആണ്. അപ്പോൾ അത് ഇടേണ്ട കാര്യമില്ല, പോസിറ്റീവാണ്. ഇവിടെ നമുക്ക് 20 കിട്ടി. ഓരോ കണക്ക് നോക്കണേ കുഞ്ഞുങ്ങളെ. ഓരോ ചോദ്യവും വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നല്ലതുപോലെ നോക്കി മനസ്സിലാക്കണേ. അപ്പോൾ നോക്കൂ നിങ്ങളെ, അടുത്ത മോഡല് ഫസ്റ്റ് ടേം -7. കോമൺ ഡിഫറൻസ് 5 തന്നു. ഓരോ കണക്കും ഡിഫറൻ്റ് ആണേ, നോക്കിക്കോണേ. ഈ മോഡൽ അങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് A എന്നാണ് സൂചിപ്പിക്കുന്നത്. A നമുക്ക് -7 ആണ്. ഓക്കെ, കോമൺ ഡിഫറൻസ് എന്ന് വെച്ചാൽ D ആണ്. അത് നമുക്ക് 5 അത് രണ്ടും തന്നിട്ടുണ്ട്. ഏത് പദമാണ് കുഞ്ഞുങ്ങളെ കണ്ടത്? A18 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് 18th ടേം. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കും? 18ാം പദം കാണാം അല്ലേ? A + n - 1 × D അല്ലേ? അപ്പോൾ A എത്രയാണ്? -7 പ്ലസ് n എത്ര കുഞ്ഞുങ്ങൾ? എത്രാം പദവാ? n -1 ആണ്. അപ്പോൾ നമുക്ക് 18 - 1 × D തന്നായിരുന്നു അല്ലേ? 5 -7 പ്ലസ് 17 എന്ന് വെച്ചാൽ 18 ൽ നിന്ന് 1 പോയാൽ 17 × 5 -7 പ്ലസ് 17 × 5 7 5 35 1 5 5 5 3 8 85 അല്ലേ? 85. അപ്പോൾ നോക്കിയേ, ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഓർത്തനെ നോക്കിയേ, ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറയ്ക്കുക. 85 ൽ നിന്ന് 7 പോയാൽ
78 5 78 കേട്ടോ. 78 85 വലിയ സൈന് 85 പോസിറ്റീവ്. അപ്പോൾ 78 നിങ്ങൾ ഇവിടുത്തെ ആൻസർ. 18ാം പദം നമ്മൾ കണ്ടു. ഇനിയും അതിൻ്റെ ജനറൽ ടേംസ് നോക്കിക്കേ. ഇവിടെ നമ്മൾ എത്രാം പദമാണ് കണ്ടത്? 78ാം പദം കണ്ടു. ഇനി അതിൻ്റെ നോക്കൂ നിങ്ങളെ AN = അല്ലേ ജനറൽ ടേംസ് AN A+n-1 ഇൻറ്റു D ആണ്. A എന്ന് പറയുന്നത് -7 ആണ്, പ്ലസ് n-1 ഇൻറ്റു D എത്ര? 5 ആണ്. നോക്കണേ നിങ്ങളെ, -7 പ്ലസ് ഇൻറ്റു അല്ലേ, അപ്പം നമ്മളെന്താ ഇങ്ങനെ കേട്ടോ. 5 ഇൻറ്റു n 5n ആണ്, -1 ഇൻറ്റു 5 5 ആണ്. സംശയം വല്ലതും ഉണ്ടോ? കാരണം 1 ഇൻറ്റു n-1 ഇൻറ്റു D അല്ലേ നിങ്ങൾ. അപ്പോൾ 5 ഇൻറ്റു n 5 ഇൻറ്റു 1. അപ്പോൾ നോക്കിയേ, മുമ്പ് നമ്മൾ ചെയ്താൽ അല്ലേ 5n ഫസ്റ്റ് എടുത്തിട്ട് ഇതിനെ രണ്ടിൽ നിന്ന് -7 -5 ഒരേ സൈൻ വന്നാൽ എന്താ കുഞ്ഞുങ്ങളെ? -7 -5 ഒരേ സൈൻ വന്നാൽ കൂട്ടുക. 7 5 12 വലുതിൻ്റെ സൈൻ മൈനസ് അല്ലേ, അപ്പം -12 വരും. അപ്പോൾ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? -12 എന്ന് വരും. ഇത്രയേ ഉള്ളൂ. സംശയമുണ്ടോ? ഇവിടെ തെറ്റല്ലേ? നിങ്ങൾക്ക് ഈ 18ാം പദം കാണാൻ നിങ്ങൾക്കറിയാം. 78 കിട്ടി എന്ന് വെച്ചാൽ ഒന്നാം പദം ഉണ്ട്, D ഉണ്ട്, 18ാം പദവും കിട്ടിയെങ്കിൽ അതിൻ്റെ ജനറൽ ടേം അനുസരിച്ച് അത് ഇങ്ങനെ എഴുതണം കേട്ടോ. ഇതുവരെ നിങ്ങളത് പഠിച്ചില്ലെങ്കിൽ ഈ ഇതുകൂടെ ഒന്ന് പഠിക്കണേ നിങ്ങൾ കേട്ടോ. എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഇതിനെ ഇൻറ്റു D വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും കേട്ടോ. ഓരോ കണക്കിൻ്റെയും മോഡൽ നല്ലപോലെ നോക്കണേ നിങ്ങൾ കേട്ടോ. ക്വസ്റ്റ്യൻ നല്ലപോലെ എഴുതിയെടുത്തിട്ട് നല്ലപോലെ നോക്കണേ. ഓക്കെ ആണോ? അങ്ങനെ ആക്കി നമുക്ക് 6ാമത്തെ കണക്കിനും ചെയ്യാം, 6ാമത്തെ മോഡൽ. അപ്പം നോക്കാം കുഞ്ഞുങ്ങളെ. 6ാമത്തെ ചോദ്യം, വിച്ച് ടേം ഓഫ് ദ സീക്വൻസ് -1 3 7 11 നോക്കിക്കേ ഡോട്ട് ഈസ് 95 95 എന്ന് പറയുന്നത് എത്രാമത്തെ ടേമാണ്? ഈ 95 എന്ന് പറഞ്ഞില്ലേ, ഇത് എത്രാമത്തെ വിച്ച് ടേം എന്നാ ചോദ്യം കേട്ടോണേ. വിച്ച് ടേം എന്ന് വെച്ചാൽ എത്രാമത്തെ ടേം എന്നാണ് കേട്ടോ. ചാടിക്കേറി എഴുതല്ലേ 95 പറഞ്ഞ് അങ്ങ് എഴുതി വെക്കല്ലേ കുഞ്ഞുങ്ങളെ. ചോദ്യം നല്ലതുപോലെ നോക്കണേ, എത്രാമത്തെ പദമാണ്. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഏതൊക്കെയാണ് കുഞ്ഞുങ്ങളെ? ഏതൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നിട്ടുള്ള എഴുതാമല്ലോ. തന്നിട്ടുണ്ട് -1 അല്ലേ. D കാണാൻ നമുക്കറിയാമല്ലോ. ഏതാ? A2 - A1 എന്ന് നമ്മൾ മുമ്പ് പഠിച്ചായിരുന്നു അല്ലേ. രണ്ടാം പദത്തിൽ നിന്നും ഒന്നാം പദം കുറയ്ക്കുക. ഏതാ? ഒന്നീ 3 മൈനസ് വന്നാൽ ഡൗട്ട് ഉണ്ടെങ്കിലേ വേറെ എടുത്താലും മതി. ഇപ്പോൾ 11 - 7 ചെയ്താലും മതി കേട്ടോ. ഇതിനെ ഇത് കുറയ്ക്കുകയോ ഇതിനെ ഏതെടുത്താലും മതി. നമുക്ക് മൈനസും പ്ലസും വന്നാൽ ചിലപ്പോൾ തെറ്റുമോന്ന് വല്ലതും പേടിയുണ്ടെങ്കിൽ -1 ഇല്ലാത്തത് വെച്ച് അങ്ങ് കുറച്ചാലും മതി കേട്ടോ. 11 7 പോലെ എത്ര കുഞ്ഞുങ്ങളെ? 4 ആണ്. മനസ്സിലായോ? അല്ലെ 7 3 പോയാൽ എത്ര? 4 ആണ്. ഇനി 3 -1 വരാനും 4 ആണ് കേട്ടോ. അപ്പം 4 കിട്ടി. അപ്പം Dയും കിട്ടി, Aയും കിട്ടി. നമുക്ക് എങ്ങനെ ചെയ്യാം? എത്രാം പദം കാണാം? 95 എത്രാമത്തെ ടേമാണ് അല്ലേ. അപ്പം നമുക്ക് ഏത് ഇക്വേഷൻ? A+n-1 ഇൻറ്റു D വെച്ച് ചെയ്യാം. ചെയ്തുകൂടാ കുഞ്ഞുങ്ങളെ? A എന്ന് പറയുന്നത് എന്താ? A എന്ന് പറയുന്നത് ഇവിടെ എന്താ കുഞ്ഞുങ്ങളെ? -1 ആണ്. പ്ലസ് n ഉണ്ടോ? ഇല്ല. n-1 D തന്നു അല്ല 4. ഓക്കെ, ഇത് എന്താ? 95 = 90. ഇത് നല്ലപോലെ മനസ്സിലാക്കണേ. ഈസ് 95 ഇത് നോക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. 95 ഈ മെത്തേഡ് നല്ലപോലെ നോക്കണേ. -1 പ്ലസ് ഇനി നോക്കി ഇൻറ്റു ഡിയുടെ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ എങ്ങനെ വരും? 4 ഇൻറ്റു n 4n 4. സംശയമുണ്ടോ? 4 ഇൻറ്റു n 4n 4 ഇൻറ്റു 1 4 = 95. നല്ലതുപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇത്രയും ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? n-1 ഇൻറ്റു 95 4n. കുറച്ചുകൂടെ എളുപ്പ വഴിയിൽ കുറച്ചുകൂടെ എളുപ്പ വഴി പറഞ്ഞാലേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിലും കുറച്ചുകൂടെ എളുപ്പം ഞാൻ പറയാം കുഞ്ഞുങ്ങളെ. ഇപ്പോൾ ഈ n- വേരിയബിളിനെ നമ്മളിങ്ങനെ എടുക്കുക. n-1 ഇൻറ്റു D എന്നുള്ളതിനെ ഇങ്ങനെ എടുക്കുക. 1 ഇൻറ്റു Dയെ ഇങ്ങി വെളിയിലെടുക്കുക. = ഈ -1നെ ഇപ്പുറത്ത് 95 -1 = ഇപ്പുറത്ത് പോകുമ്പോൾ +1 ആവും കേട്ടോ. അപ്പം n-1 ഇൻറ്റു D = 96 ആയി. മനസ്സിലായോ? അപ്പം n-1 = 96. ഇത് കണ്ടോ നിങ്ങളെ? ഇൻറ്റു വന്നാണ്ട് ഇവിടെ വരുമ്പം 4 ഇവിടെ വരും കേട്ടോ. നല്ലതുപോലെ അറിയണേ ഇത് n-. അപ്പം n-1 എന്ന് വെച്ചാൽ 96നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 2 4 8 16 4 4 16 24 വന്ന് അല്ലേ.
അപ്പം n ഈസിക്കൽ ടു 24, ഈ -1 ഇപ്പുറത്ത് വരുമ്പം +1 ആയി, അപ്പം 25ആയി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാവരും തെറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഞാനും അങ്ങനെയാണ് ചെയ്തത്. അത് കുറച്ചുകൂടി എളുപ്പ വഴിയിൽ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ലാസ്റ്റ് വരും. പക്ഷേ കുറച്ചുകൂടി എളുപ്പം എനിക്ക് തോന്നുന്നു ഇതാണ്. ഈ n-1 × d ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ചെയ്യാമെങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 25 24 25 കിട്ടി. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ആറാമത്തെ ഓക്കെ. അടുത്ത നോക്കിയോ കുഞ്ഞുങ്ങളെ, ഓരോന്ന് നോക്കണേ കേട്ടോ. ഹൗ മെനി ടേംസ് ആർ ദെയർ ഇൻ ദ സീക്വൻസ്? 3, 6, 9, 12 ഇങ്ങനെ കൊടുത്തേക്കുക. എവിടെ? 111 വരെ കൊടുത്തിട്ടുണ്ട്. എത്ര? 111 വരെ അല്ലേ? അപ്പോൾ നോക്കൂ കുഞ്ഞുങ്ങളെ, ഹൗ മെനി ടേംസ് നോക്കാം. എ തന്നിട്ടുണ്ട്, എത്ര? 3 ആണ്. ഡി കാണാൻ ഏത് കണക്കിൻ്റെ ഇതുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അത് ഡി A2 - A1 A2 - A1 A2 എത്ര കുഞ്ഞുങ്ങളെ? 6 ആണ്. -3 = 3 ആണ്. അതിന് സംശയമില്ല. ഓക്കെ, നമ്മളോട് ചോദിച്ചാൽ എന്താ? എന്താ AN തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ AN തന്നിട്ടുണ്ട്, 111 തന്നിട്ടുണ്ട്. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷനിലോട്ട് ഫോം ചെയ്യാം. A + n-1 × d എത്ര? ഇത് നമുക്ക് തന്നു. AN തന്നിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? 111 നമുക്ക് തന്നു അല്ലേ? അപ്പോൾ A എന്ന് പറയുന്നത് നമുക്കറിയാം എത്ര? A 3 ആണ്. 3 + n തന്നിട്ടില്ല, n-1 × d തന്നു. എത്ര? 3 ആണ്. = 111. ഓരോ കണക്കിൻ്റെയും ക്വസ്റ്റ്യൻ നല്ലതുപോലെ വായിച്ച് നോക്കണം. നമ്മൾ വിചാരിക്കും ഇതിങ്ങനെ അങ്ങ് എഴുതിയാൽ മതിയല്ലോ, ഇവിടെ 111 ഇട്ട് ചെയ്താൽ എന്ന് പല രീതിയിലും നമുക്ക് ചിന്തിക്കാം. പക്ഷേ ക്വസ്റ്റ്യൻ നല്ലതോ? ഹൗ മെനി ടേംസ്, എത്ര ടേംസ് ആർ ദെയർ ഇൻ ദ സീക്വൻസ് നോക്കാം. 111. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഈ n-1 ഇതിനെ ഇങ്ങിപ്പുറത്ത് ഈ ഒരു മോഡൽ നിങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. n-1 × d ഇങ്ങിപ്പുറത്ത് കൊണ്ടുവരും എപ്പോഴും. അപ്പോൾ എങ്ങനെ? n-1 × d കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈക്വലിന് വെളിയിൽ കിടക്കുന്നത് ഇതിങ്ങിപ്പുറത്ത് പോകുമ്പോൾ എങ്ങനെ -3 ആയിട്ട് പോകും. സംശയമില്ലല്ലോ. 111 നിന്ന് 3 പോയി കഴിഞ്ഞാൽ 108 വരും കേട്ടോ. ഇനി n-1 അപ്പം നമുക്ക് എഴുതാം 3 = 108 എന്ന് എഴുതാം അല്ലേ? റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, എന്നാലും എഴുതുക. ഓക്കെ, അടുത്തത് n-1 എന്തോ ചെയ്യണം കുഞ്ഞുങ്ങളെ? ഈ 3ഉം 108 നോക്കി, = 108 എന്ന് പറയുന്നത് ഇൻറ്റു വരുന്ന ഇപ്പുറത്ത് വരുമ്പോൾ എന്തോ ചെയ്യും? ഡിവിഷനായിട്ട് മാറും 3. അപ്പോൾ n-1 108നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 36 വരും കേട്ടോ. 36. അപ്പം n = 36 -1 ഇപ്പുറത്ത് വരുമ്പോൾ +1 = 37 വരും. 37 പദങ്ങൾ വരുമെന്ന് മൊത്തം കേട്ടോ. ഹൗ മെനി ടേംസ്, എത്ര ടേംസാ? 37. ഈ മോഡൽ നല്ലതുപോലെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഈ n-1 × d എന്നുള്ളതിനെ ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ചെയ്ത് പഠിക്കണം. ഇത് 1-2 എണ്ണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങ് കാണാതെ പഠിക്കും. ക്വസ്റ്റ്യൻ നല്ലതുപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. മിക്കവാറും എല്ലാം ഒരുപോലെ കിടക്കുന്നതുകൊണ്ട് അതാണെന്ന് വിചാരിക്കും. അതുപോലെ ആലോചിച്ചിട്ട് വേണം എഴുതാൻ. അപ്പോൾ അടുത്ത നോക്കിയേ കുഞ്ഞുങ്ങളെ, ഇത് വ്യത്യസ്തമായൊരു കണക്കാണ്. ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും 3-4 മാർക്കിന് ചോദിക്കുന്നത്. നോക്കിയേ, 10th ടേം ഫ്രം ദ എൻഡ് ഓഫ് ദ AP. നോക്കണേ, വെറൈറ്റി അല്ലേ? എന്താ? ഫ്രം ദ എൻഡ് ഓഫ് ദ AP കേട്ടോ. 4, 9, 14 .254. ചാടി കയറി നമ്മൾ ഒന്നാം പദം ലാസ്റ്റ് പദം എന്നൊക്കെ എഴുതും. പക്ഷേ ചോദ്യം നോക്കിയേ, ഫ്രം ദി എൻഡ് എന്ന് കണ്ടോ? ഈ ക്ലൂ ഓർത്ത് വെച്ചേക്കണേ. ഫ്രം ദ എൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്നറിയോ? ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റിലോട്ടാണ് കേട്ടോ. ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റിലോട്ട്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേം ഏതായിരിക്കും? തിരിച്ചെഴുതുക എന്നാണ് കേട്ടോ. തിരിച്ചെഴുതണേ കുഞ്ഞുങ്ങളെ. ഫ്രം ദ എൻഡ് ഓഫ് ദ AP എന്നായതുകൊണ്ട് തിരിച്ചാണ് കേട്ടോ. എപ്പോഴും ഓർത്തോണേ. അപ്പം നമ്മളുടെ ഫസ്റ്റ് ടേം അല്ലേ? ആദ്യ പദം ഫസ്റ്റ് ടേം അല്ലേ? A1 എന്ന് പറയുന്നത് അല്ലേ? എന്തായിരിക്കും ഇവിടെ? 254 ആയിരിക്കും അല്ലേ? സാധാരണ രീതിയിൽ A എന്ന് പറയുന്നത് 4 അല്ലേ കുഞ്ഞുങ്ങളെ? ഇപ്പം മനസ്സിലായോ? ചോദ്യം ശ്രദ്ധിക്കണത്. ഇത് നേരെ തിരിച്ചായതുകൊണ്ട് എന്താ? ഫസ്റ്റ് ടേം 254 ആണ്. ഡി എന്തായിരിക്കും? ഡി A2 - A1. കാരണം അടുത്തടുത്ത പദം ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. A2 9 - 4 അല്ലേ? 9 - 4 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ നമുക്ക് അത് രണ്ടും കിട്ടി. എന്താ? എയും കിട്ടി, ഡിയും കിട്ടി. ഇനി എന്താ? 10ാം പദമാണ് നമ്മൾ 10th ടേം അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? A10 10ാം പദം = നമ്മൾ മുമ്പ് പറഞ്ഞത് 10ാം പദം ഇല്ലേ? നമുക്ക് കിട്ടാൻ എളുപ്പവഴിയിൽ നമ്മൾ എങ്ങനെ എഴുതും? A + 90 എന്ന് പഠിച്ച ഓർമ്മയുണ്ടോ കുഞ്ഞുങ്ങളെ? A + 90 ഓർമ്മയുണ്ടോ? 10ാമത്തെ. അപ്പം നമ്മൾ എങ്ങനെ എഴുതാം?
എങ്ങനെ എഴുതാം? എ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 254 പ്ലസ് 9 ഇൻറ്റു ഡി നമുക്ക് കിട്ടി 5. ഇനി ഒരു വ്യത്യാസമുണ്ടോ നിങ്ങളെ? ഇവിടെ തിരിച്ചെഴുതാനല്ലേ പറഞ്ഞത്? എന്ന് വെച്ചാൽ എന്താ? അതായത് 254 നിന്നും തിരിച്ചെഴുതുമ്പോഴേ കണ്ടേ, ഫസ്റ്റ് ടൈം 254 അങ്ങനെ പോയി 14 പിന്നെ 9 4 ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ തിരിച്ചെഴുതുമ്പോൾ എന്താ, ഇത് മൈനസ് ആയിട്ട് മാറും കേട്ടോ. അത് ഓർത്തോണേ. അപ്പോൾ ഇവിടെ -5 വരുന്നത് കേട്ടോ. ഓർത്തോണേ നിങ്ങൾ. അവിടെ എന്തുകൊണ്ടാണ് മൈനസ് വന്നേ? നമ്മളോട് തിരിച്ച് ഇതിപ്പോൾ 4ൻ്റെ കൂടെ എത്ര കൂട്ടിയപ്പോൾ 5 കൂടെ കൂട്ടിയപ്പോൾ 9ആണ്. 9ൻ്റെ കൂടെ 5 കൂടെ കൂട്ടിയപ്പോൾ നമ്മൾ ഇങ്ങനെ പോവുക. പക്ഷെ തിരിച്ചെഴുതുമ്പോൾ എന്താ, അത് മൈനസ് ആയിട്ട് മാറും. അത് ഓർത്തോണേ കേട്ടോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴേ ക്ലൂ എല്ലാം നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. -5 അപ്പോൾ ഇവിടെ എന്താ, -5 കേട്ടോ. ഇനി 254 പ്ലസ് 9 5 45 -45. ഇനി നമ്മൾ പഠിച്ചു ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ എന്തുവാ ചെയ്യേണ്ടത്? കുറയ്ക്കുക ചെയ്യുന്നത്. 254 45 പോയാൽ 209 വരേണ്ടത്. വലുതിൻ്റെ സൈന് പ്ലസ് ആണ് 209. ഇത് നല്ലപോലെ നോക്കണം കുഞ്ഞുങ്ങൾ കേട്ടോ. ഇത് 2 മാർക്കിനൊക്കെയാണ് എളുപ്പം നമുക്ക് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നോക്കി കുഞ്ഞുങ്ങളെ, അടുത്തൊരു വെറൈറ്റി ചോദ്യം. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പർ ആർ ഡിവിസിബിൾ ബൈ 7? ടെസ്റ്റിലെ ഒരു ചോദ്യം കേട്ടോ. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 7? ഇനി അത് മാറ്റി 4 ആവാം, 5 ആവാം, ഏത് വേണമെങ്കിലും ഡിവിസിബിൾ ആവാം. എന്ന് വെച്ചാൽ ടേബിൾ അങ്ങ് ഓർത്താൽ മതി കേട്ടോ. ഈ ഡിവിസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ അങ്ങ് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ നോക്കൂ നിങ്ങളെ, 3 ഡിജിറ്റ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര മുതലാണ്? 100 മുതലാണ് തുടങ്ങിയിട്ട് 999 വരെയാണ് വരുന്നത് അല്ലേ? 999 വരെയാണ്. 100 to 999 വരെയാണ് വരുന്നത്. സംശയമില്ലല്ലോ. ഇതിനകത്ത് ഏതാ 7ൻ്റെ ടേബിൾ വരണം. നമുക്കാകെ 10 × 7 70 വരെ, 10 × 7 70 വരെ ആയിരിക്കും കറക്റ്റ് അറിയാമെന്ന് ഇല്ലയോ? ഇപ്പോൾ ചിരിക്കുമായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഇല്ലയോ? വേണേൽ 11 × 7 77 വരെയൊക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് അറിയാം ഇല്ലയോ നിങ്ങളെ? അപ്പോൾ 11 × 7 77 വരെയാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അവിടെ വരെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ ബാക്കി നോക്കണം. 12 വെച്ച് 13 വെച്ച് 14 ഒക്കെ വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നോക്കിയേ, നമുക്കിവിടെ 15 വെച്ച് നോക്കാം കുഞ്ഞുങ്ങളെ. 15 × 7 7 5 35 ശിഷ്ടം 3 1 7 7 3 10. ഓക്കെ, 105 വന്നു. അങ്ങനെയാണെങ്കിൽ 14 × 7 7 4 28 ശിഷ്ടം 2 1 7 90. അപ്പോൾ ഏതാ വരുന്നത്? 105. ഫസ്റ്റ് ഏതാ വരുന്നത്? 105. എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായോ നിങ്ങളെ? മനസ്സിലായോ? 100നും 999നും ഇടയിൽ വരുന്ന. അപ്പം നമ്മൾ 14 × 7 വെച്ച് ചെയ്തപ്പോൾ 98 വന്നത് അല്ലേ? 15 × 7 വെച്ചപ്പോഴോ 105 വന്നു. 100ൻ്റെ പുറത്ത് വന്നു അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടി. ഓക്കെ, ഇനി എന്താ? 999ൻ്റെ ഇടയിൽ വരണം. 999 7ൻ്റെ ടേബിൾ ആണോ കുഞ്ഞുങ്ങളെ? നോക്കുക. ഇല്ലയെന്നുണ്ടായി. ഇപ്പം 100 × 7 700 അല്ലേ? 100 × 7 700. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പം നമുക്കൊരു 140 × 7 ആണെങ്കിലോ 077 74 28 ശിഷ്ടം 2 1 7 980 വന്നു. 980 വന്നു. അപ്പം 142 7 2 7 14 ശിഷ്ടം 1 7 4 28 1 29 ശിഷ്ടം 2 7 7 9 994 വന്നു. ഇനി അതിൻ്റെ കൂടെ 7 കൂടെ കൂട്ടിയാൽ എന്താ? 1000 പുറത്ത് വരും അല്ലേ? അപ്പോൾ അതാ കുഞ്ഞുങ്ങളെ ഏതാ 994. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും നമുക്ക് കിട്ടി. ഇത് നല്ലതുപോലെ, ഇത് ചിലപ്പോൾ 7 5 3 എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പം നിങ്ങൾ ഇത് ആലോചിച്ചിട്ട് എഴുതണം കേട്ടോ. ഫസ്റ്റ് ടൈം നമ്മൾ എങ്ങനെയാണ് കിട്ടുന്നത്, ലാസ്റ്റ് ടൈം എങ്ങനെയാണ് കിട്ടുന്നത്, നല്ലതുപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഫസ്റ്റ് ടൈമും കിട്ടി. ഫസ്റ്റ് ടൈം എന്ന് വെച്ചാൽ എന്താ? എ അല്ലേ? എ നമുക്കപ്പോൾ എത്ര? 105 വന്നു. പിന്നെ ഇതെന്താ? AN നമുക്ക് കിട്ടി. 994 കിട്ടി. ഓക്കെ ആണോ ഇത്രയും? അപ്പം നമ്മൾ എങ്ങനെ എഴുതാം? ഇക്വേഷനോട്ട് A + n - 1 × D എത്ര കിട്ടി? എന്ത് പദം എത്ര കിട്ടി? 994 കിട്ടി. മനസ്സിലായോ? എന്ത് പദം? ലാസ്റ്റ് പദവും കിട്ടി, ഫസ്റ്റ് പദവും കിട്ടി. എ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് എത്ര? 105 പ്ലസ് n - 1. ഡി നമുക്ക് കിട്ടിയോ? ഡി നമുക്ക് കിട്ടുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അതായത് 7 എന്ന് പറഞ്ഞായിരുന്നല്ലോ. 7 കാരണം എന്താ? ഡിവിസിബിൾ ബൈ 7 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് കേട്ടോ. 994. മുമ്പ് നമ്മൾ പറഞ്ഞ രീതി അനുസരിച്ച് എപ്പോഴും n - 1 × D ഇങ്ങ് കൊണ്ടുവരിക. n - 1 × D കേട്ടോ. അത് ഇപ്പം നിങ്ങൾക്ക് കുറേ ചെയ്തപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും. 994നെ 105 പോസിറ്റീവ് ആയിട്ട് ഇവിടെ വന്നപ്പോൾ നെഗറ്റീവായി 105.
അപ്പോൾ n-1 ഇൻറ്റു ഡി ഡി എന്ന് വെച്ചാൽ 7 അത് തന്നിട്ടുണ്ട്. 994 നിന്ന് 105 പോയാൽ എത്ര ആവും നിങ്ങൾ? 889. അപ്പം n-1 ഈസിക്കൽ ടു എങ്ങനെ വരും? 889/7. ഈ ഡിവൈഡ് വന്ന എന്തുകൊണ്ടാണെന്നൊക്കെ അറിയാമല്ലോ നിങ്ങൾ. ഈക്വലിന് ഇപ്പുറത്ത് ഇൻറ്റു വന്ന് ഈ ഇൻറ്റു വന്നത് ഇനി വരുമ്പോൾ ഡിവിഷൻ ആവും, അറിയാമല്ലോ. n-1 889 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 127 വരും. അപ്പം n ഈസിക്കൽ ടു ഈ -1 ഇപ്പുറത്ത് വരുമ്പോഴോ +1 ആയിട്ട് മാറും, 128. ഈ ഓരോ മെത്തേഡുകളും നിങ്ങൾ നല്ലപോലെ പഠിക്കണേ കുഞ്ഞുങ്ങളെ. നിങ്ങളിത് കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ടാകുമെന്ന് പറയാമായിരിക്കും, പക്ഷേ ഇതെല്ലാം നല്ലതുപോലെ കേട്ടോ ചെയ്ത് പഠിക്കണേ കേട്ടോ. ഓക്കെ, അടുത്ത് ചെയ്യാം. ഇത് നോക്കണേ കുഞ്ഞുങ്ങളെ, ഇച്ചിരി കട്ടിയുള്ളൊരു ചോദ്യമാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, ഇത് ഇച്ചിരി കട്ട് ചെയ്ത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആ ചോദ്യം നോക്കിയേ. ദ സം ഓഫ്, എൻ്റെ നേരത്തെ ലിങ്ക് കണ്ടവർക്കറിയാം. ഇപ്പോൾ 8ാം പദവും 10ാം പദവും തന്നു കഴിഞ്ഞാൽ എങ്ങനെയാ എന്നൊക്കെ നിങ്ങൾ ആ ലിങ്ക് കണ്ടവർക്കറിയായിരിക്കും. പക്ഷെ നോക്കിയേ, ആ ചോദ്യത്തിൽ നിന്നെല്ലാം ഇത് വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഇച്ചിരി ടഫാണ്. ദ സം ഓഫ് 5th ആൻഡ് 9th ടേം ഓഫ് ആൻ AP 72 ഉണ്ടാവും നിങ്ങളെ. ഇവിടുത്തെ 5th ടേമും ചോദ്യം നോക്കണേ. 5th ടേം ആൻഡ് 9th ടേം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 9th ടേമിൻ്റെ സമ്മാണ്. ഇതിൻ്റെ സമ്മ് എത്ര തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഞാൻ അറിയാൻ വേണ്ടി എഴുതിയതാ. 72 ആണ് കേട്ടല്ലോ, മനസ്സിലായോ? 5th ടേം ആൻഡ് 9th ടേമിൻ്റെ സമ്മ് 72 ആണ്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാമെന്നാണ് പറയുന്നത്. A⁵5 ആകുമ്പോൾ A5 പ്ലസ് അതും എന്താ A9 A5 ആൻഡല്ലേ പ്ലസ് A9 എന്ന് പറയുന്നത് 72 ആണെന്ന് മനസ്സിലായോ? അതുപോലെ തന്നെ അവർ ഇത് നോക്കണേ, ഈ മോഡൽ വ്യത്യാസമാണ്. അടുത്ത് നോക്കിക്കേ, 7th ടേമും നോക്കണേ നിങ്ങൾ. ഇത് ഞാൻ ഒന്ന് എഴുതുന്നതേ ഉള്ളൂ മനസ്സിലാക്കാൻ വേണ്ടി. 7th ടേം ആൻഡ് 12th ടേം എന്ന് പറയുന്നതിൻ്റെ സമ്മ് എത്ര? 97 അപ്പം നമുക്ക് അതിനെ ഇത് കാണുമ്പോൾ അറിയാമല്ലോ എങ്ങനെ എഴുതാം. A7 പ്ലസ് A12 ഈസിക്കൽ ടു 97. മനസ്സിലായോ? ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് ഞാനൊന്ന് എഴുതി കാണിച്ചതേ ഉള്ളൂ. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നോക്കുകയെ, ഇത് 2 ഇക്വേഷനാണ്. പെയർ ഓഫ് ഇക്വേഷൻ ആയിട്ട് അങ്ങ് മാറി അല്ലേ? നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം ആദ്യമായിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് നോക്കണേ കുഞ്ഞുങ്ങളെ. അപ്പം നോക്ക്, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് A5 പ്ലസ് A9 എന്ന് പറയുന്നത് 72 ആണ്. അടുത്തതോ A7 പ്ലസ് A12 എന്ന് പറയുന്നത് 97 നമുക്ക് തന്നിരിക്കുന്നത്. 2 എണ്ണം തന്നിരിക്കുന്നത് അല്ലേ? നമ്മൾ പഠിച്ചത് ഈ A5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? A പ്ലസ് നമ്മളാ മുമ്പ് പറഞ്ഞ രീതി അനുസരിച്ച് 4D ഓരോ കണക്കും നോക്കണേ നിങ്ങൾ കേട്ടോ. പ്ലസ് A9 എന്ന് വെച്ചാലോ A പ്ലസ് 8D ഈസിക്കൽ ടു 72. മെത്തേഡുകൾ ഓരോന്ന് ഓർത്തോണേ. അപ്പം എയും എയുടെ ആയപ്പം 2A പ്ലസ് 4Dയും 8Dയുടെ ആയപ്പം 12D ഈസിക്കൽ ടു 72. ഫസ്റ്റ് കണ്ടോ? സംശയമുണ്ടോ? ചെയ്ത് കഴിഞ്ഞില്ലേ? ഇത് ഇച്ചിരി വലിയ കണക്കാണ്, നോക്കണേ, നല്ലപോലെ മനസ്സിലാക്കണേ. ഇനി A7 എന്ന് വെച്ച് കഴിഞ്ഞാൽ A പ്ലസ് 6D പ്ലസ് A പ്ലസ് 12D. സംശയമൊന്നും ഇല്ലല്ലോ, കാരണം ഇതിൽ നിന്നൊന്ന് കുറച്ച് എഴുതിയേക്കുക. ഈസിക്കൽ ടു 97 അല്ലേ? എയും എയുടെ വന്നപ്പം 2A പ്ലസ് 6Dയും 11Dയുടെ വന്നപ്പോൾ 17D ഈസിക്കൽ ടു 97. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 1 ആയിട്ടും ഇത് ഇക്വേഷൻ 2 ആയിട്ടും നമ്മൾ എഴുതി. 2 ഇക്വേഷൻ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടി. നല്ലതുപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ച രീതി ഒന്നുമല്ല, ഇത് ഡിഫറൻ്റ് ആണ്. എപ്പോഴും ക്വസ്റ്റ്യനുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നോക്കിയേ, ഇങ്ങനെ 2 ഇക്വേഷൻ വരുമ്പം രണ്ടാമത്തെ ഏറ്റവും വലുതിൽ നിന്നും ചെറുത്, അതിപ്പോൾ ചിലപ്പോൾ ഇതായിരിക്കും ഏതാണോ വലുത് അതിൽ നിന്നും ആ ചെറുത് അങ്ങ് മൈനസ് ചെയ്യണം. വലുത് നോക്കിയേ 2A 17D 97 12. അപ്പോൾ വലുത് ഇതല്ലേ? അപ്പോൾ ഇക്വേഷൻ 2ൽ നിന്നും ഇക്വേഷൻ 1 അങ്ങ് മൈനസ് ചെയ്യുക കേട്ടോ. 2A പ്ലസ് 17D ഇസിക്കൽ ടു 97 മൈനസ് 2A പ്ലസ് 12D ഈസിക്കൽ ടു 72. എപ്പോഴും ഒരേ നമ്പറുകൾ വന്നു കഴിഞ്ഞാൽ എന്താവും നിങ്ങളിവിടെ 0 ആയിരിക്കും കേട്ടോ. അതെപ്പോഴും ഓർത്തോണേ. നമ്മൾ പഠിച്ചതാണോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പിന്നെ 17D നിന്ന് 12D പോയി കഴിഞ്ഞാൽ ബാക്കി 5D ആണ്. ഈസിക്കൽ ടു 97 നിന്ന് 72 പോയി കഴിഞ്ഞാൽ 25 കേട്ടോ.
അപ്പം 5D = 25 ആണെങ്കിൽ D = 25/5 = 5. ഓക്കെ ആണോ? അപ്പോൾ D നമുക്ക് 5 കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇതിനകത്തിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനുമായിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒന്നുകിൽ നമുക്ക് ഈ ഇക്വേഷൻ 1 എടുക്കാം, അല്ലെങ്കിൽ ഇക്വേഷൻ 2 എടുക്കാം. ഏതെങ്കിലും ഒരു ഇക്വേഷനിലോട്ട് ഈ D കിട്ടിയ 5നെ നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് ഒന്നാമത്തെ നോക്കിയേ, 2A + 12D = 72 കിട്ടിയില്ലേ കുഞ്ഞുങ്ങളെ? നമുക്ക് അതിനകത്തിലോട്ട് DL ഒന്ന് ഇട്ട് കൊടുക്കാം. Dയുടെ അവിടെ 5 ഇട്ട് കൊടുത്താൽ മതി. അപ്പം 2A + 12 × D എത്ര? 5 = 72. 2A + 12 5 60 = 72. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 2A = 72 - 60. എന്തുകൊണ്ടായി മൈനസ് വന്നേ? +60 ഇപ്പുറത്ത് വന്നപ്പോൾ -60. 2A = 72 ന്ന് 60 പോയി കഴിഞ്ഞാൽ 72 10 12 അല്ലേ? 12. അപ്പം A = 12/2 = 6. ഇത് ചെയ്യാൻ വേണ്ടി ഇത്രയും ചെയ്ത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് നിങ്ങൾ കേട്ടോ. അപ്പം നമ്മൾ ചാടി കയറി അങ്ങ് എഴുതി വെക്കരുത്. ഇതിലെ കണക്ക് ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇത് വെറൈറ്റിയാണ്. എപ്പോഴും ക്വസ്റ്റ്യനുകൾ കാണുമ്പോൾ എന്തായാലും നമ്മൾ വിചാരിക്കും എല്ലാം അങ്ങ് നമുക്കറിയാവുന്ന രീതിയിലായി അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ ഇത് കാണുന്നത് കേട്ടോ. പക്ഷേ ഓരോ ക്വസ്റ്റ്യനും ഓരോ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കാണും കേട്ടോ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇത് ഒരു വെറൈറ്റി ചോദ്യമാണ്. നല്ലപോലെ എഴുതിയെടുക്കണേ. 10ാമത്തെ ചോദ്യമാണ്. അപ്പോൾ നോക്കൂ നിങ്ങളെ, മുമ്പ് നമ്മൾ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഇത് നോക്കണേ. ഫൈൻഡ് ദ 20th ടേം ഫ്രം ദ ലാസ്റ്റ് ടേം. നോക്കണേ നിങ്ങളെ, മുമ്പ് നമ്മൾ എൻഡ് ഓഫ് ദ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ നോക്കണേ. ഒരു വെറൈറ്റിയാണ്. ഫ്രം ദ ലാസ്റ്റ് ടേം ഓഫ് ദ AP. എന്താ അങ്ങനെ? മുമ്പ് നമ്മൾ എൻഡ് ഓഫ് ദ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു മോഡൽ പഠിക്കണേ. ഇത് അതുപോലെ തന്നെ ഫ്രം ദ ലാസ്റ്റ് ടൈം. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കി, AP തന്നിട്ടുണ്ട് നമുക്ക്. ഏതാ? 3, 8, 13 എന്ന് തന്നിട്ട് 253 വരെയാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. ഇതാ തന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രം ദ ലാസ്റ്റ് ടൈം എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? നേരെ തിരിച്ചെഴുതാൻ കേട്ടോ. ലാസ്റ്റ് ടൈം. അപ്പോൾ എന്താ? 253 ഫസ്റ്റ് വരുന്നത്. പിന്നെ 13, 8, 3 ഇങ്ങനെയാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മുമ്പ് നമ്മൾ ചെയ്തതാണ്. അത് മനസ്സിലായവർക്ക് ഇത് മനസ്സിലാവുമായിരിക്കും. തിരിച്ചെഴുതുക എന്നാണ് കേട്ടോ. ഇവിടെ നമ്മളോട് വെച്ച് 20ാമത്തെ പദം വരുന്നത് 20th ടേം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടേം നമുക്ക് തന്നു. A എന്ന് പറയുന്നത് ഇവിടെ ഏതാ? 3 എഴുതി വെക്കല്ലേ. അതാ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ 3 എഴുതി വെക്കും. ഇല്ല, ഇത് കുറച്ച് D ഒക്കെ എഴുതി വെക്കും. പക്ഷേ 3 അല്ല. ചോദ്യം വായിച്ച് നോക്കണം. ഫ്രം ദ ലാസ്റ്റ് ടൈമാണ്. അപ്പോൾ നേരെ തിരിച്ചാണ് എഴുതേണ്ടത്. അപ്പം A എന്ന് പറയുന്നത് എന്താ നിങ്ങൾ? 253 വരുന്നത് കേട്ടോ. മറക്കല്ലേ. അപ്പോൾ D കാണാൻ നമുക്കറിയാം. എന്താ? ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം കുറച്ചാൽ മതി. എന്നിട്ട് ഫ്രം ദ ലാസ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ മൈനസ് ആയിട്ട് വരുന്നത്. അതുകൂടെ ഓർത്തോടെ മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? ഫ്രം ദ ലാസ്റ്റ് D എന്ന് വെച്ച് കഴിഞ്ഞാൽ A2 - A1 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ 8ന്ന് അല്ലേ ഇങ്ങനെ ബാക്കിലോട്ടാണ് ഇങ്ങനെ എടുത്ത് കുറയ്ക്കുന്നത് അല്ലേ? ഇവിടുന്ന് ഇത് കുറയ്ക്കണം. പക്ഷേ ഇപ്പം എന്താ? നേരെ തിരിച്ചെഴുതാം. നമുക്ക് നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നോക്കിക്കേ, A2 - A1 എന്ന് വെച്ച് ചെയ്താൽ ഇവിടെ അടുത്തടുത്ത സംഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഒന്നുകിൽ നമുക്ക് 8 - 3 എഴുതാം അല്ലേ? 3 - 8 എന്ന് എഴുതാം. എന്താ കുഞ്ഞുങ്ങളെ? 3 തിരിച്ചില്ലേ? 3 - 8 എത്ര? -5 വരും അല്ലേ? അതല്ലെങ്കിൽ നമുക്ക് എന്താ? 8 - 13 എന്ന് എഴുതാം. അതും എന്താ? -5. മൈനസ് വന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമേ കേട്ടോ. എപ്പോഴും അത് ഓർത്തോണേ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി നമ്മുടെ എന്താ? ഏതാ? 20ാമത്തെ ടേം ആണ്. അപ്പോൾ ഏത് ഇക്വേഷൻ? A + n - 1 × D. എത്രാം പദമാ? 20ാമത്തെ. അപ്പം A 20 = A നമുക്ക് കിട്ടി 253 പ്ലസ് എൻ്റെ ടേം നമുക്ക് 20 -1 × D എത്ര കുഞ്ഞുങ്ങളെ? -5. നല്ലപോലെ നോക്കണേ കേട്ടോ ഓരോ പദവും. അപ്പോൾ A 20 അല്ലേ? 253 പ്ലസ് 20 ൽ നിന്ന് പോയാൽ 19 × -5. 253 അധികം 19 × 5 95 കേട്ടോ. എന്താ നിങ്ങളെ? 95 പ്ലസ് ഇൻറ്റു മൈനസ് -95. ഇവിടെ നോക്കിക്കേ, ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ കുറയ്ക്കുക. 253 95 പോയാൽ 158. വലുതിൻ്റെ സൈൻ ഇതാണ്, വലുത് പോസിറ്റീവാണ്. അപ്പോൾ 158 ആൻസർ. ഓരോ മെത്തേഡ് ഓർത്തോണേ കേട്ടോ. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നൊക്കെ ഓർത്തോണേ നിങ്ങൾ കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇനി നമുക്ക് അടുത്ത സമ്മ് എന്താണെന്ന് പഠിക്കാം നിങ്ങൾ. എന്താ സമ്മ്? ലാസ്റ്റാണ് ഇതിനകത്തിലെ സമ്മ് കാണുന്നത്. എങ്ങനെയാണ് സമ്മ് കാണാനുള്ള ഇക്വേഷൻ നല്ലതുപോലെ അറിയണം കേട്ടോ. എന്താണെന്നറിയോ? SN = n/2
2a പ്ലസ് n-1 d. കേട്ടോ, സമ്മ് കാണുന്നത്. ഓക്കെ ആണോ? എസ് എൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അതല്ലെങ്കിൽ വേറെ ഒരു ഇത് ഇനി തന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ. n/2 a പ്ലസ് എൽ ഇങ്ങനെ ഒരെണ്ണമുണ്ട് കേട്ടോ. നമ്മൾ കൂടുതലായിട്ടും ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് തരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു കണക്ക് ചെയ്യാം. നമുക്ക് എ എന്ന് പറയുന്നത് ഇപ്പോൾ ഫൈൻഡ് ദ സമ്മ് എന്ന് പറയാം. ഇപ്പോൾ 2, 7, 12 എന്നിട്ടിട്ട് 10th ടേം. കണ്ടോ, എൻ്റെ സമ്മ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട് അല്ലേ, ഡി കാണാം. ഫസ്റ്റ് ടൈം എത്ര കുഞ്ഞുങ്ങളെ? 2 ഡി എന്ന് പറയുന്നത് എന്താ? A2 മൈനസ്, അതായത് 7. ഇനി എങ്ങനെ എഴുതണ്ടല്ലോ, അറിയാലോ. A2 മൈനസ് 7, 7 മൈനസ് 2 = 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എയും കിട്ടി അല്ലേ, ഡിയും കിട്ടി. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എഴുതാം. എങ്ങനെ എഴുതും? SN = n/2 2a പ്ലസ് n-1 d. SN ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? SN എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് എഴുതാം കേട്ടോ. അല്ലേ, നിങ്ങൾക്ക് നോക്കൂ കുഞ്ഞുങ്ങളെ, SN ഇക്വേഷൻ നല്ലപോലെ അറിയണേ. n/2 ബ്രാക്കറ്റിൽ 2a പ്ലസ് n-1 d. ഓക്കെ, അപ്പോൾ SN എത്രാം പദമാണ്? നമുക്ക് 10ാം പദം നമ്മുടെ ചോദ്യത്തിലുണ്ട് കേട്ടോ. ചോദ്യം നല്ലതുപോലെ നോക്കണേ. കണ്ടേ, 10, 10. അപ്പോൾ നമ്മൾ SNൻ്റെ അവിടെ 10/, ഈ n എവിടെ ഉണ്ടോ അവിടെ എല്ലാം 10 എഴുതിക്കോണം കേട്ടോ. അപ്പോൾ 10/2 ഇൻറ്റു 2 ഇൻറ്റു a. ഒന്നാം പദം ഏതായിരുന്നു? 2. ഒന്നാം പദം 2 ആണേ. പ്ലസ് n-1. n എത്ര കുഞ്ഞ്? n എവിടെ വന്നാലും 10. 10 - 1. ഡി എത്ര കുഞ്ഞുങ്ങളെ? ഡി മുമ്പ് കിട്ടിയത് d 5. ഓക്കെ, അപ്പോൾ S10 ഇവിടെ അങ്ങ് 10 എഴുതിക്കോ കേട്ടോ. 10/2 5 ആണ്. പിന്നെ 2 ഇൻറ്റു 2 4 ആണ്. പ്ലസ് 10 - 1 9 ആണ്. ഇൻറ്റു 5 ആണ്. ഓക്കെ, S10 ഡി. നിങ്ങൾ ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഈ സമ്മ് കാണാൻ കറക്റ്റായിട്ട് താപ്പോട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഒരു നല്ല വൃത്തിയും വരും. 5 പിന്നെ 4 പ്ലസ് 9 5 45. S10 = 5 ഇൻറ്റു 45 4 49. 49 ഇൻറ്റു 5. S10 = 245 വരും കുഞ്ഞുങ്ങൾ കേട്ടോ. സമയം ലാഭിക്കാൻ വേണ്ടി ഞാനങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. കണ്ടോ, ഇതാണ് സമം. അതായത് നമുക്ക് എ തന്നായിരുന്നു. എ എന്ന് പറയുന്നത് 2 തന്നു. ഡി നമ്മൾ കണ്ടുപിടിച്ചു 5. ഇത് തന്നു കഴിഞ്ഞാൽ നമുക്ക് സമ്മ് കാണുന്നത് എങ്ങനെയാണ്? ഓക്കെ ആണോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഒരു ചോദ്യം കൂടി എഴുതിയിട്ട് തീർക്കാം. അപ്പോൾ നോക്കിയാൽ ലാസ്റ്റ് ചോദ്യമാണ്. നമുക്ക് ഈ മൈനസ് വന്നാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ഡൗട്ട് കൂടെ അങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ. -37, -33, -29 എത്രാം ടൈം? 12 അല്ലേ, 12th ടൈം. നോക്കാം. നമുക്ക് ഏത് ക്വസ്റ്റ്യൻ തന്നാലും നിങ്ങൾ എയും ഡിയും അങ്ങ് കണ്ടുപിടിക്കും. എ നമുക്ക് കിട്ടി -37 അല്ലേ. ഡി എന്ന് പറയുന്നത് A2 - A1 ആണ്. A2 എന്ന് വെച്ചാൽ -33 ആണ്. -37. ഇത് നല്ലപോലെ ഒന്ന് നോക്കണം. ഈ മൈനസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അറിയാൻ വയ്യാത്തവർ നോക്കൂ കുഞ്ഞുങ്ങളെ. -33 അതുപോലെ എഴുതുക കേട്ടോ. നോക്കിയേ, മൈനസ് ഇൻറ്റു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ് കേട്ടോ. ഓർത്തോണേ. അതായത് -33 -37 അല്ലേ നമ്മുടെ ചോദ്യം കേട്ടോ. അപ്പോൾ ചോദിക്കുക, ഈ ബ്രാക്കറ്റ് എവിടെ നിന്ന് വന്നത്? ഈ മൈനസ് ഒക്കെ ഇടുമ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടാൽ സാധാരണ എഴുതുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, -33 നമ്മൾ അതുപോലെ എഴുതി. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 37 കേട്ടോ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 37. ഇത് നല്ലതുപോലെ അറിയണം കേട്ടോ. സൈൻ തിരിഞ്ഞു പോവല്ലേ കേട്ടോ. ഇനി നോക്കിയേ, ഡിഫറൻറ്റ് സൈനാണ് വന്നത്. ഡിഫറൻറ്റ് സൈൻ വന്നാൽ എന്താ ചെയ്യേണ്ടത്? എന്തോ ചെയ്യും കുഞ്ഞുങ്ങളെ? ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ. അതായത് 37 - 33 പോയാൽ 4 ആണ്. വലുത് ആരാ ഇവിടുത്തെ? 37 ആണ്. അപ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് ഡി കിട്ടി കണ്ടോ. ഇനി നമുക്ക് സമ്മ് കാണാമല്ലോ. സമ്മ് കാണുന്ന ഇക്വേഷൻ എന്താ? ഇനി നമുക്ക് എന്ത് ടേം ഓൾറെഡി പറഞ്ഞു 12 ആണ്. അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെല്ലാം പറക്കി എഴുതുക എന്നുള്ളത്. അപ്പോൾ 3 എണ്ണം നമുക്ക് കിട്ടി. ക്വസ്റ്റ്യൻ എഴുതുക. SN = n/2 2a പ്ലസ് n-1 d ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്നു കേൾക്കുന്നിടത്തെല്ലാം എത്ര കുഞ്ഞുങ്ങളെ? 12 എഴുതിക്കണം. അപ്പോൾ S12 = 12/2. 2 ഇൻറ്റു a നമുക്ക് കിട്ടി എത്ര? -37.
പ്ലസ് n എന്ന് പറയുന്നത് 12 - 1 d എത്ര കുഞ്ഞുങ്ങളെ 4 × 4 അത്രയും കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് S12 = 12/2 6ആണ്. 37 × 2 74 മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 74 പ്ലസ് 12 നിന്ന് 1 പോയാൽ 11 × 4. S12 = 6 മൈനസ് 74 പ്ലസ് 11 4 44. S12 കാണാൻ പറ്റുന്നുണ്ടോ 6. ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറയ്ക്കുക അല്ലേ. കുറയ്ക്കുമ്പോൾ എത്ര കുഞ്ഞുങ്ങളെ 74 നിന്ന് 30 അല്ലേ -30 വരും. മൈനസ് വന്നതുകൊണ്ടാണ് വലിയ സംഖ്യയുടെ സൈന്. ഡിഫറൻറ്റ് സൈൻ വന്നുകൊണ്ടാണ് കുറച്ചത്. ഓക്കെ. S12 = 6 3 18 180 പ്ലസ് ഇൻറ്റു മൈനസ് -180 കുഞ്ഞുങ്ങളെ അവിടുത്തെ ആൻസർ. ഇതാണ് സമ്മ് കേട്ടോ. അപ്പോൾ ഇത്രയും കണ്ടിട്ട് നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കി കുറച്ച് കുഞ്ഞുങ്ങളെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ തപ്പിപ്പറക്കി ഏറ്റവും പ്രധാനപ്പെട്ട വെറൈറ്റി ക്വസ്റ്റ്യനുകളാണ് ഞാനിവിടെ തന്നത്. നിങ്ങളിത് വേറെ എവിടെയെങ്കിലുമൊക്കെ ഇതൊക്കെ കണ്ടു കാണും. പക്ഷേ പല മോഡലുകൾ കേട്ടോ. ഈ 12 എണ്ണവും വേറെ രീതികളാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മോഡൽ അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയണേ കേട്ടോ. ഓക്കെ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യണം. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരണം കേട്ടോ. താങ്ക് യു.